Good morning. Today we can discuss the issue price of shares. We have already learned that shares of a company can be issued at par, at premium, or at discount. സോ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ നോക്കാം നമുക്ക്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താ? When subscribers are required to pay only the amount equal to the nominal value or face value of shares issued, such issue price is known as, അല്ലെങ്കിൽ such type of issue of shares is known as issue of shares at par. അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ എന്ന് പറയുന്നത് ₹10 ആണ്. ആൻഡ് സച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് ₹10 തന്നെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഓക്കെ, അപ്പോൾ ഇഷ്യൂസ് ഓഫ് ഷെയർസ് അറ്റ് പാർ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇഷ്യൂ ഇസ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. അതായത് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഓൾസോ. അപ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് എബവ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, such issue are known as issue of shares at premium. അതായത് the expression premium is not defined in the act. It means the value of any advantage measurable in terms of money. Suppose the face value of share is ₹10. The issue price is 12. that a value advantage എന്ന് ഇവിടെ പറയുന്നത് എന്താ? ₹2 ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പ്രീമിയം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കമ്പനീസ് ആക്ടിൽ എവിടെയും പറയുന്നില്ല ദ ആക്ട് ഡസ് നോട്ട് സ്റ്റിപ്പുലേറ്റ് എനി കണ്ടീഷൻ ഓർ റെസ്ട്രിക്ഷൻസ് റെഗുലേറ്റിംഗ് ടു ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി അറ്റ് പ്രീമിയം. പക്ഷേ ആക്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ ആക്ട് ഡസ് ഇമ്പോസ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് പ്രീമിയം. അതായത് പ്രീമിയത്തിൻ്റെ ആ പ്രീമിയം എമൗണ്ട് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എ സം ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ദി പ്രീമിയം റിസീവ്ഡ് on these shares shall be transferred to സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അതായത് നമ്മളിപ്പം ഒരു ഷെയറിൻ്റെ വാല്യൂ ₹10 ഉള്ളത് ₹12 ഇഷ്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ₹2 ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. ആ ₹2 എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത്, പ്രീമിയം എമൗണ്ട് റിസീവ്. ദാറ്റ് പ്രീമിയം ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഓർ ഇറ്റ് ഇസ് ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് നോൺ ആസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഷാൽ ബി ട്രീറ്റഡ് ആസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫോർ ദ പേർപ്പസ് ഓഫ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് എന്തിനൊക്കെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? To issue fully paid bonus shares towards the unissued shares of the company to the members. Then to return off preliminary expenses of the company. And this premium amount can be also utilized for writing off expenses or commission paid or discount allowed on issue of shares or debentures. Then this amount can be utilized to provide for premium payable on redemption of redeemable preference shares. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അക്കൗണ്ട്സിൽ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. Then premium it can be utilized അല്ലെങ്കിൽ to provide for premium payable on redemption അല്ലെങ്കിൽ redemption of debentures or shares of the company. Then also for the purchase of own shares or other securities under section 68. ഓക്കെ, ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഈ പ്രീമിയം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് നേരുന്ന പണ്ട് പറയാറ്, ഇപ്പോൾ പറയാറ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. ദിസ് പ്രീമിയം ക്യാൻ ബി കോൾഡ് വിത്ത് എനി ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് പ്രീമിയം എമൗണ്ട് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോൾ ഫോർ ചെയ്യാം. ഈ ₹2 എക്സ്ട്രാ വരുന്നതുണ്ടല്ലോ, ഒന്നുകിൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോൾ മണീൻ്റെ കൂടെ. യൂഷ്വലി ഇറ്റ് ഈസ് എന്താ പറയുക, കോൾഡ് വിത്ത് അലോട്ട്മെൻറ്റ് മണി. നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എന്താണ്? ഡിസ്കൗണ്ട്.
അതായത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ബിലോ ഇറ്റ്സ് ഫേസ് വാല്യൂ. അതായത് ഇപ്പോൾ 10 രൂപ ഉള്ള ഫേസ് വാല്യൂ ഉള്ളൊരു ഷെയർ 9 റുപ്പീസിനോ അല്ലെങ്കിൽ 8 റുപ്പീസിനോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന്. അപ്പോൾ സെക്ഷൻ 53 പറയുന്നത് എന്താണ്? ഇറ്റ് പുട്ട്സ് പ്രൊഹിബിഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. എന്താണ് ആ പ്രൊഹിബിഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് സെക്ഷൻ 53 സബ്സെക്ഷൻ 1 പറയുന്ന ഇതാണ്: എ കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് എനി ഷെയർ ഇഷ്യൂഡ് ബൈ എ കമ്പനി അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഷാൽ ബി വോയിഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട് ഈ റൂളിന്. അതായത് കമ്പനി ക്യാൻ ഇഷ്യൂ സെറ്റ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. അതായത് ഇഫ് എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് the company shall be punishable with fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. ഇനി ആരൊക്കെയാണോ ഇങ്ങനെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ് they are punishable with imprisonment for a term which may extend to 6 months or with a fine എന്നാണ് പറയുന്നത് 1 lakh or 5 lakh. അതായത് മിനിമം 1 lakh ആണ്, മാക്സിമം ഫൈൻ എന്ന് പറയുന്നത് 5 lakh വരെ ആവാം. ഓർ വിത്ത് ബോത്ത് ഇംപ്രിസൺമെൻറ്റും ഫൈനും അടയ്ക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു പ്രൊഹിബിഷനും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് സെക്ഷൻ 53 എന്താ പറയുന്നത്? കമ്പനി വുഡ് നോ ലോങ്ങർ ബി പെർമിറ്റഡ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് ഓൺലി ഷെയർസ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മാത്രമാണ്. വെറിൻ ഷെയർസ് ആർ ഇഷ്യൂ ടു, അതായത് അത് ആർക്ക് മാത്രമാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ദ കമ്പനി ക്യാൻ ഇഷ്യൂ സെറ്റ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് ഓൺലി. ഓക്കെ. ഇനി ദ അതർ നെയിം ഗിവൺ ഇസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇതേമാതിരി എംപ്ലോയീസ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ESOS. മനസ്സിലായോ? അപ്പോൾ 3 തരത്തിലുള്ള ഇഷ്യൂ പ്രൈസ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു.